പഠിക്കുന്ന സമയത്ത് ഏറ്റവും ടഫ് സബ്ജക്റ്റ് ഏതാ? മാത്സ്. 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 ഇംഗ്ലീഷ്. എന്താ വെച്ചാൽ മാത്സിൽ ബേസിക് വേണം. മെയിനായിട്ട് മാത്സിന് ബേസിക് വേണം. ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക് ആണെങ്കിലും അത് കവർ ചെയ്യാതെ വേണമെങ്കിൽ എക്സാം ചെയ്താൽ. പക്ഷെ മാത്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചാലേ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. ഇക്വേഷൻസ് എല്ലാം ഓർത്ത് പ്രയാസമാണ്. ഈ IIT എന്താണ്? ITI അറിയാം. IIT അറിയില്ല. NIT കേട്ടിട്ടുണ്ട്, എന്താ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല. IIT കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയോ അങ്ങനെ എന്തായാലും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIT. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. സുന്ദർ പിച്ചൈനെ കുറിച്ച് അറിയോ? കേട്ടിട്ടുണ്ടോ? സുന്ദർ പിച്ചൈനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സുന്ദർ പിച്ചൈ ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല. ആ ചെയ്യാം, ഗൂഗിളിൽ ചെയ്യാം. സുന്ദർ പിച്ചൈ കേട്ടിട്ടുണ്ട്. ആരാണെന്ന് അറിയാം? കമ്പ്യൂട്ടറിന്റെ നമ്മുടെ ഗൂഗിളിന്റെ സി ആണ്. ഇപ്പം ഗൂഗിളിന്റെ സി ആണ്, നിലവിലെ സി ആണ് സുന്ദർ പിച്ചൈ. അപ്പോൾ സുന്ദർ പിച്ചൈ ആ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എന്ന് ഊഹിക്കാൻ പറ്റുമോ? എന്ത് എക്സാം? എഞ്ചിനീയറിംഗ്. IIT എവിടെ, ഏത് കോളേജ്? ഖരഗ്പൂരിലായിരുന്നു. നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ, ജിമെയിൽ, ജിപേ, അതുപോലെ ഗൂഗിൾ മാപ്സ്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ലോകത്തിലെ തന്നെ വൻകിട ടെക് കമ്പനിയായ ആൽഫബറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത്, ആൽഫബറ്റിൻ്റെ CEO എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചൈയാണ്. ഈ സുന്ദർ പിച്ചൈ പഠിച്ചിറങ്ങിയത് ലോകത്തിലെ തന്നെ പേര് കേട്ട ക്യാമ്പസുകളായ IITയിലെ IIT ഖടഗ്പൂർ ക്യാമ്പസിൽ നിന്നാണ്. ഗൂഗിളിൽ മാത്രമല്ല, ആമസോൺ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് തുടങ്ങി വൻകിട കമ്പനികളിൽ ലോകം മുഴുവൻ നിരവധി ഇന്ത്യൻ IIT എഞ്ചിനീയേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. IIT പോലുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രീമിയർ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് നമ്മുടെ സ്കൂൾ പരീക്ഷകളോ ബോർഡ് എക്സാമുകളോ വഴിയല്ല. പകരം 2 സ്റ്റേജുകളിലായി നടക്കുന്ന JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ് പരീക്ഷകൾ വഴിയാണ്. നേരത്തെ തുടങ്ങുകയും കൃത്യമായ പരിശീലനം ലഭിക്കുകയും ചെയ്താൽ നമ്മുടെ മക്കൾക്കും ക്രാക്ക് ചെയ്യാവുന്നതാണ് JEE പോലുള്ള ഈ എൻട്രൻസ് പരീക്ഷകൾ. +1, +2 ക്ലാസ്സുകളിൽ തന്നെ ബോർഡ് എക്സാം പ്രിപ്പറേഷനോടൊപ്പം തന്നെ JEE പോലുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രോഗ്രാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ക്യാമ്പസുകളിലേക്ക് ഈ അക്കാഡമിക് ഇയറിലേക്ക് ഇനി ചുരുക്കം ചില സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സൈലം നെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ക്യാമ്പസുകളിലേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷനും സ്കോളർഷിപ്പും നൽകി വരുന്നത്. നമ്മുടെ സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലെ അഡ്മിഷൻ എടുക്കുന്നതിനും സൈലം നെസ്റ്റ് പരീക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വേണ്ടി താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക. നമ്മുടെ മക്കൾ സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. സോ ഡു നോട്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി.